നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രഹസ്യ വഴിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. ഈ ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള പല പണക്കാരും പല വിജയികളും ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു സീക്രട്ടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതെ, ദ സീക്രട്ട് ബൈ റോണ്ടെ ബേൺ. അദ്ദേഹം ഈ പുസ്തകത്തിൽ നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു നമ്മൾ അറിയാതെ, ഇത്രയും കാലം അറിയാതിരുന്ന, എന്നാൽ നമ്മൾ ഉറപ്പായി അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ രഹസ്യത്തെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം എന്താണ് ദ സീക്രട്ട് എന്ന ബുക്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. ഈ പുസ്തകം ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് 2018-19 കാലഘട്ടത്തിലാണ്. അത് എൻ്റെ കൂടെ ഞാൻ താമസിക്കുന്ന PGയിൽ കുട്ടി എനിക്ക് തരികയായിരുന്നു. ഇതൊന്ന് നീ വായിച്ച് നോക്ക്, ഇതിനകത്തുള്ള ആക്ടിവിറ്റീസ് ഒന്ന് ചെയ്ത് നോക്ക്, എൻ്റെ ലൈഫിൽ ഒരു പ്രത്യേക ചേഞ്ച് ഉണ്ടാവും, ഞാനത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തു, നീ കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരികയായിരുന്നു. ഈ പുസ്തകത്തിൽ മെയിനായിട്ട് പറയുന്നത് ദ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. ദ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം, അത് നമ്മൾ ചെറിയ ചെറിയ എക്സാമ്പിൾസ് വെച്ചിട്ട് ഓരോ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് റിയൽ ആവുമ്പോൾ നമുക്കൊരു ബിലീഫ് ഉണ്ടാവും. ആ ബിലീഫ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ദ സീക്രട്ട് നമ്മളെ സഹായിക്കുന്നത്. ആദ്യമായിട്ട് എന്താണ് ആകർഷണ നിയമം എന്ന് നോക്കാം. ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നാണ്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ ആകർഷിക്കുന്നത് അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്നതാണ്. If you attract negative, you will get negative. If you attract positive, you will get positive. നമ്മൾ എന്താണോ, എന്ത് രീതിയിലുള്ള വൈബ്രേഷനാണോ കൊടുക്കുന്നത്, ആ സെയിം സാധനമായിരിക്കും നമുക്ക് തിരിച്ചു വരിക എന്നത് മാത്രമാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ ടോട്ടലി പറയുന്നത്. അതായത് നമ്മുടെ ചിന്തകൾ ഒരു കാന്തം പോലെയാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഇപ്പോൾ നെഗറ്റീവ് തോട്ട്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ ഒരുപാട് തവണ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകുമ്പോൾ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പിന്നെ അങ്ങോട്ടേക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ എന്തെങ്കിലും കൂടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമാണ് നമ്മുടെ മനസ്സിലെങ്കിൽ ഓഫ് കോഴ്സ് അത് നെഗറ്റീവായി മാറാനുള്ള ചാൻസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് ഹാപ്പനിങ് സെയിം ലൈക്ക് ദാറ്റ്. അതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ദ സീക്രട്ട് എന്ന ബുക്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്നത് നമ്മൾ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെന്നാണ്. അതായത് 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചസ് ഉണ്ടാവും. അതുവഴി നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതിലെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദിക്കുക. ആസ്ക് ടു ദി യൂണിവേഴ്സ് ഓർ ആസ്ക് ടു ദ സിസ്റ്റം ഓർ ലൈക്ക് ആസ്ക് ടു ദ നിങ്ങൾ ഏത് ദൈവത്തിലാണോ അല്ലെങ്കിൽ ഏതിലാണോ വിശ്വസിക്കുന്നത്, ഇപ്പോൾ യൂണിവേഴ്സ് ആണെങ്കിൽ യൂണിവേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയൻ ബിലീവർ ആണെങ്കിൽ ആ പർട്ടിക്കുലർ റിലീജിയനിലെ ദൈവങ്ങളോട് യു ക്യാൻ ആസ്ക് വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കണം. പക്ഷേ ഈ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളൊരു പ്രത്യേക ക്ലാരിറ്റി, കൃത്യമായ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ റാൻഡമായിട്ട് പോയിട്ട് എനിക്ക് അത് വേണം ഇത് വേണം ചോദിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിൻ്റെ കൃത്യമായ ക്ലാരിറ്റി നിങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായിരിക്കണം. ഈ ക്ലാരിറ്റി ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിനോട് അത് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തോട് നിങ്ങളത് ചോദിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ആസ്ക്. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ഫൈനാൻഷ്യലി പ്രോബ്ലം ഉള്ള ഒരാളാണെങ്കിൽ യു ഹാവ് ടു ആസ്ക് ലൈക്ക് ഐ നീഡ് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എത്ര പണം നിങ്ങൾക്ക് വേണം, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇത്രയും എമൗണ്ട് ഉണ്ടെങ്കിൽ, ഇത്രയും മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ഇത്രയും എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ, ക്ലാരിറ്റി ആദ്യം ഉണ്ടായിരിക്കണം. അതായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ക്ലിയറായിട്ട് നിങ്ങൾ നല്ല ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾ ചോദിച്ച് കഴിയുമ്പോൾ നിങ്ങൾ അതിനെ വിശ്വസിക്കണം. എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഇതെനിക്ക് ലഭിക്കും, ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് യൂണിവേഴ്സിനോട് ഞാൻ ചോദിച്ചു, യൂണിവേഴ്സ് എനിക്കത് പ്രൊവൈഡ് ചെയ്തു, അത് എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറൻ്റ്ലി ഓൾറെഡി ഇറ്റ് ഹാപ്പൻഡ് ആൻഡ് ഐ ആം റിസീവിങ് ഇറ്റ് കറൻ്റ്ലി. അത് എന്നിലേക്ക് അത് വന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് അബണ്ടൻ്റ്ലി. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ എന്താണോ പർട്ടിക്കുലർലി ആഗ്രഹിച്ചത് ആ കാര്യം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ
ഒരു സംശയവും ഇല്ലാതെ നമ്മളിപ്പോൾ ഇത് വിശ്വസിച്ചു, ഇത് എന്നിലേക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി എത്തി, അങ്ങനെ ഒരു ഫീലിലായിരിക്കും നമ്മൾ പിന്നീട് ഉണ്ടാവേണ്ടത്. അതായത് റിസീവ് എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. റിസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കത് തന്നു, നിങ്ങളത് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഐ എം റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്, ഐ എം ആക്സെപ്റ്റിംഗ് ഇറ്റ് കറൻ്റ്ലി എന്ന രീതിയിൽ നിങ്ങൾ പ്രസൻ്റ്ലി അത് ഫീൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു ഗ്ലാഡ്, ഒരു ജോയ്, അത് നിങ്ങൾ ഫീൽ ചെയ്യണം. യു ഫീൽ ഇറ്റ് ഇൻസൈഡ് യുവർ മൈൻഡ്, ഓൾസോ ഇൻ യുവർ സറൗണ്ടിങ്സ്. യു ക്യാൻ ലൈക്ക് ഫീൽ ലൈക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു ഇത്രയും എമൗണ്ട് ഓഫ് മണിയാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് ആ പണം ലഭിക്കുന്നു, നിങ്ങളുടെ ഡെറ്റ്സ് നിങ്ങൾ പേ ചെയ്യുന്നു, നിങ്ങളുടെ ലോൺസ്, നിങ്ങളുടെ EMIs ഒക്കെ പേ ചെയ്ത് നിങ്ങളത് ക്ലിയർ ചെയ്തു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അപ്പോൾ നമ്മൾ ഡെറ്റ് ഫ്രീ ആകുമ്പോൾ, നമ്മൾ കടങ്ങളൊന്നും ഇല്ലാതെ നല്ല ഹാപ്പിയായി ഫൈനാൻഷ്യലി സ്റ്റേബിളായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടായിരിക്കില്ലേ? ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ആൻഡ് ഫീൽ ഇറ്റ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരട്ടെ. അങ്ങനെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്ത് അത് റിയലായിട്ട് നിങ്ങൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കി, അത് ഓൾറെഡി ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു, ഞാനിപ്പോൾ ഐ എം ലിവിങ് ഇൻ ദാറ്റ് എന്ന ഫീൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അത് ലഭിക്കും. ഓൾറെഡി അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്ത്? ഇതല്ല, ഈ സ്ട്രഗിൾസ് അല്ല എൻ്റെ സിറ്റുവേഷൻ, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടി, സോ യു ഓൾസോ ഗെറ്റ് പ്രിപ്പയർ. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഇനി അങ്ങോട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബണ്ടൻസിൽ, മണിയുടെ അബണ്ടൻസിൽ, അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലംസ് സോൾവ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാവുക. അല്ല നമ്മൾ കുറേ പ്രോബ്ലംസ് അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ വഴി സബ് കോൺഷ്യസ് മൈൻഡിന് വിചാരിക്കും കുറേ പ്രോബ്ലംസ് ഉണ്ടായി എന്ന്. എന്നാൽ പ്രോബ്ലംസ് ഒന്നും ഇല്ല, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്താ, ഇപ്പോൾ ക്ലിയർ അല്ല ആക്ച്വലി, പക്ഷേ നമ്മൾ അങ്ങനെ ബിലീവ് ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡും ചിന്തിക്കുന്നത് ഓക്കെ, ഓൾ പ്രോബ്ലംസ് സോൾവ്ഡ്, ഇപ്പോൾ ഒരു കറൻ്റ്ലി പീസ്ഫുൾ ആയിട്ടുള്ള അബണ്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ എൻ്റെ വൈബ്രേഷൻ, ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ വൈബ്രേഷൻ ഉയരുന്നതോടൊപ്പം എൻ്റെ വൈബ്രേഷൻ ഉയർന്ന്, എൻ്റെ ഫിസിക്കലായിട്ടുള്ള വൈബ്രേഷൻ ഉയർന്ന് ഞാൻ ആ യൂണിവേഴ്സ് തരുന്ന നമ്മൾ ആ ഒരു റിച്ച്നെസ് എന്നുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ വെൽത്തിയർ എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ നാച്ചുറലി എത്തിപ്പെടും. ദ സീക്രട്ട് എന്ന ഈ ബുക്കിൽ പൂർണ്ണമായിട്ടും ഇത് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, അതായത് കുറേ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം, ഇതെങ്ങനെയാണ് നമ്മൾ എങ്ങനെ ചോദിക്കണം, എങ്ങനെ ഹൗ ടു ആസ്ക്, ഹൗ ടു ബിലീവ്, ഹൗ ടു റിസീവ് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നാച്ചുറലി നമ്മളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോൾ നമുക്ക് ബിലീഫ് എന്ന് പറയുന്നത് അതങ്ങനെ കംപ്ലീറ്റ്ലി ഉണ്ടാവും. അത് നമ്മളെ ഈ ലോ ഓഫ് അട്രാക്ഷന് നമ്മൾ നോർമലി 0 ആയിട്ടുള്ള ലെവലിൽ നിന്ന് നമ്മളെ ആ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബിലീഫ് എന്നുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ബുക്കാണ് ദ സീക്രട്ട് എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഓരോ മെത്തേഡ്സും പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ലെവലിലേക്ക് ഉയരും. അതോടൊപ്പം നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ ഒരു വിശ്വാസം വരികയും നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഈ നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ട് എങ്ങനെ ജീവിക്കാം, ഈ പോസിറ്റീവ് തോട്ട്സിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ബുക്കിലൂടെ പഠിക്കാം. ഈ പുസ്തകം ഇപ്പോൾ ധാരാളമായിട്ട് അവൈലബിൾ ആണ് ഓൺലൈൻ സ്റ്റോറിൽ, ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള സ്റ്റോഴ്സിൽ, അല്ലെങ്കിൽ നോർമലിയുള്ള ബുക്ക് സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമേ ഉള്ളൂ ഈ പുസ്തകത്തിന്. നിങ്ങളിത് വായിക്കുകയാണ്, ഇറ്റ് ഈസ് വർത്ത് ഫോർ യുവർ ലൈഫ്. അപ്പോൾ ഇന്ന് തന്നെ ഈ പുസ്തകം വാങ്ങി വായിക്കാൻ ശ്രമിക്കുക. അതിനകത്തുള്ള ഓരോ ചാപ്റ്റേഴ്സും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം ഒരു അബണ്ടൻ്റ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.